ഇനി ഒരു ചോദ്യം പറയാട്ടോ. ജീജാബായി എന്ന് പറഞ്ഞിട്ടൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. ക്ഷേത്രങ്ങളിലെ ഓവിൽ നിന്ന് വരുന്ന ജലം തീർത്ഥമായിട്ട് നമുക്ക് സ്വീകരിക്കാനായിട്ട് പാടുണ്ടോ? അത് സേവിക്കാമോ? അതുപോലെ തന്നെ ശിരസിൽ തെളിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉത്തരം പറയാം. ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ഓവിൽ നിന്ന് വരുന്ന ആ ഒരു ജലം നമ്മൾ സേവിക്കരുത്, അല്ലെങ്കിൽ തീർത്ഥമായിട്ട് സ്വീകരിക്കരുത് എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് ആ വടക്ക് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഓവ് കാണാം. അതിലൂടെ വരുന്ന ജലം നമ്മൾ സ്വീകരിക്കരുതെന്നാണ് പറയാം. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഓവിനെ താങ്ങി നിർത്തുന്ന ഒരാളിനെയും കാണാം. കുംഭോദരധാരി എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര്. ഒന്ന് നോക്കി നോക്കൂ, അവിടെ താങ്ങി നിർത്തുന്ന ഒരാൾ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിലൂടെ വരുന്ന ജലത്തിന്റെ നല്ല അംശമൊക്കെ അദ്ദേഹം എടുക്കും, ബാക്കി വെള്ളം മാത്രം ഉണ്ടാവുക. അതാണ് അത് സ്വീകരിക്കരുതെന്ന് പറയാറുള്ളത്. പിന്നെ അത് മാത്രമല്ല, എല്ലാ സമയത്തും അഭിഷേകമൊന്നും ഉണ്ടായിരിക്കില്ല. എല്ലാ സമയത്തും അതിലൂടെ വരുന്ന ജലം അഭിഷേക ജലം മാത്രമായിരിക്കില്ല, അല്ലാതെയും അതിൽ കൂടെ വെള്ളം വരും. അപ്പൊ അത് എടുക്കരുതെന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ തീർത്ഥം അകത്തൊരു ഓവുണ്ട്, അവിടെ നിന്നാണ് തീർത്ഥം ലഭിക്കുക. അത് പുറത്ത് നമുക്ക് ഭക്തർക്കായിട്ട് നൽകുന്നുണ്ടായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ ചുറ്റമ്പലത്തിനകത്താണ് ആ വടക്ക് ഭാഗത്ത് ചന്ദനം കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ. അപ്പൊ ചന്ദനത്തിന്റെ കൂടെ തീർത്ഥവും നമുക്ക് ലഭിക്കും. അവിടെ നമുക്ക് സ്വീകരിക്കാം, അത് സേവിക്കാം, ശിരസിലൊക്കെ തെളിക്കാം. എല്ലാ സമയത്തും അവിടെ തീർത്ഥം നൽകില്ല, തീർത്ഥമുള്ള സമയത്ത് മാത്രമേ അവിടെ നൽകുള്ളൂ അല്ലേ. അപ്പൊ എല്ലാ സമയത്തും തീർത്ഥം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഓവിൽ നിന്ന് വരുന്ന ജലം നമ്മൾ സ്വീകരിക്കരുത് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അങ്ങനെ ചെയ്തത് കൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല. എന്നിരുന്നാൽ കൂടെ നമ്മൾ അറിയാതെ പലരും ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നല്ല, ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും ഓവിൽ നിന്ന് വരുന്ന ജലം നമ്മൾ തീർത്ഥമായിട്ട് സ്വീകരിക്കരുത്, അത് സേവിക്കരുത്, ശിരസിൽ തെളിക്കരുത് എന്നാണ് പറയാറുള്ളത് കേട്ടോ.